നമസ്കാരം. പ്രധാന വാർത്തകൾ. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റ ആനയെ കണ്ടെത്തി. വെറ്റിലപ്പാറ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഫാക്ടറിക്ക് സമീപമാണ് ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ആന ക്ഷീണിതനെന്നും ആരോഗ്യനില മോശമായി തുടരുകയാണെന്നും വനംവകുപ്പ് പറയുന്നു. അതേസമയം ആനയെ കൊണ്ടുവന്ന് പരിചരിക്കുന്നതിനായി കോടനാട് അഭയാരണ്യത്തിൽ തയ്യാറെടുപ്പുകൾ തുടങ്ങി. 2 വർഷം മുമ്പ് അരിക്കൊമ്പൻ ഒരുക്കിയ കൂട് തന്നെ അതിരപ്പള്ളിയിൽ നിന്നെത്തുന്ന കൊമ്പനും മതിയാമോ എന്ന ആലോചനയിലാണ് വനംവകുപ്പ്. കൊമ്പനെ ചികിത്സിക്കാനായി ചീഫ് വെറ്റിനറി ഓഫീസർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നെത്തും. ആനയെ നിരീക്ഷിച്ച ശേഷം എങ്ങനെ ചികിത്സ നൽകാമെന്ന് തീരുമാനിക്കും. കൂട്ടയപകടം. ലോറിക്ക് പിന്നിൽ പിക്കപ്പ് വാനും ഓട്ടോയും കൂട്ടിയിടിച്ചു. 2 പേർക്ക് പരിക്ക്. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് അങ്കമാലിയിൽ കരിയാമ്പറമ്പ് സിഗ്നൽ ജംഗ്ഷനിൽ അപകടമുണ്ടായത്. അങ്കമാലി ഭാഗത്തേക്ക് പോവുകയായിരുന്ന 3 വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. സിഗ്നലിൽ പെട്ടെന്ന് നിർത്തിയ ലോറിക്ക് പിന്നിൽ പാസഞ്ചർ ഓട്ടോയും പിക്കപ്പ് വാഹനവും കൂട്ടിയിടിക്കുകയായിരുന്നു. ഓട്ടോയിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കേറ്റു. ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. അധ്യാപികമാരുടെയും സഹപാഠികളുടെയും ചിത്രം മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചു. 3 വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. കണ്ണൂർ അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിലെ 3 വിദ്യാർത്ഥികൾക്ക് നേരെയാണ് കേസെടുത്തത്. ഷാൻ മുഹമ്മദ്, അഖിൽ ചാക്കോ, ഷാരൂൺ എന്നിവർക്കെതിരെയാണ് കരിക്കക്കോട്ടക്കരി പോലീസ് കേസെടുത്തത്. കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിലാണ് കേസ്. 18 പേരുടെ നഗ്നചിത്രങ്ങളാണ് മുഖം മോർഫ് ചെയ്ത് വ്യാജമായി ഉണ്ടാക്കിയത്. ഇവരുടെ മൊബൈലിൽ നിന്ന് വിദ്യാർത്ഥിനികളുടെയും അധ്യാപികമാരുടെയും മോർഫ് ചെയ്ത ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് പ്രായപൂർത്തിയാകാത്ത മകളെ പീഡിപ്പിച്ചു. അച്ഛൻ പിടിയിൽ. കൊല്ലം കുളത്തൂപ്പുഴയിൽ 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച പിതാവ് പിടിയിൽ. ജനുവരി 20-ന് വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം പിതാവ് മകളെ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും പെൺകുട്ടി പീഡന വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. സ്കൂൾ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പീഡന വിവരം കുട്ടി കൗൺസിലറോട് പറയുന്നത്. തുടർന്ന് സ്കൂൾ അധികൃതർ കുളത്തൂപ്പുഴ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പിന്നാലെ കുളത്തൂപ്പുഴ പോലീസ് പിതാവിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്ത പിതാവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. യലപ്പുള്ളി പഞ്ചായത്തിൽ CPM നൽകിയ അവിശ്വാസ പ്രമേയത്തിനെതിരെ ഒന്നിച്ച് കോൺഗ്രസും BJPയും. UDF, BJP അംഗങ്ങൾ അവിശ്വാസ പ്രമേയ അവതരണത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. ക്വാറം തികയാത്തതിനാൽ LDF അവിശ്വാസം ചർച്ചയ്ക്കെടുത്തില്ല. 11 അംഗങ്ങളുണ്ടെങ്കിലേ അവിശ്വാസം ചർച്ചയ്ക്കെടുക്കുകയുള്ളൂ. LDFന്റെ 8 അംഗങ്ങൾ മാത്രമാണ് എത്തിയത്. സംഭവത്തിൽ CPM പ്രതിഷേധിക്കുന്നു.